മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2024 മാർച്ച് 2 ശനി. രാഷ്ട്രപതി ഒപ്പുവെച്ച പിണറായി സർക്കാരിന്റെ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പുതിയ രക്ഷാവഴി തുറക്കുന്നതും രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടാനുള്ള പൗരജനങ്ങളുടെ അവകാശമാണ് ഹനിക്കപ്പെട്ടിരിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ചിറകുപോയ ലോകായുക്ത. 2019 ഡിസംബറിൽ CPM ജിഹയായ ചിന്തയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ കുറിച്ചു: കുരക്കാൻ മാത്രം കഴിയുന്ന എന്നാൽ കടിക്കാൻ കഴിയാത്ത കാവൽ നായ് എന്നാണ് ഓംബുഡ്സ്മാനെക്കുറിച്ച് സാധാരണ പറയാറുള്ള വിശേഷണം. എന്നാൽ ഓംബുഡ്സ്മാന്റെ കേരള പതിപ്പായ ലോകായുക്തക്ക് വിപുലമായ അധികാരങ്ങൾ നിയമപരമായി നൽകിയിരിക്കുന്നു. ആവശ്യമെന്നു കണ്ടാൽ കടിക്കാനും കഴിയുന്ന സംവിധാനമാണ് നമ്മുടെ ലോകായുക്ത. അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായാണ് അദ്ദേഹം ലോകായുക്തയെ അവതരിപ്പിച്ചത്. അത് ശരിയുമായിരുന്നു. ഭരണനിർവഹണ വിഭാഗത്തിലുള്ള അഴിമതി, കാര്യക്ഷമതയില്ലായ്മ, അലംഭാവം, കാലതാമസം തുടങ്ങി പല പ്രവണതകൾക്കുമെതിരെ ആർക്കും പണച്ചെലവില്ലാതെ സമീപിക്കാവുന്ന ജുഡീഷ്യൽ സ്ഥാപനമായിരുന്നു ലോകായുക്ത. മുഖം നോക്കാതെ പല കാര്യങ്ങളിലും ഉടനടി പരിഹാരവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ അതെല്ലാം പഴങ്കഥയായി. ഇനി മുതൽ കുരക്കാൻ മാത്രം കഴിയുന്ന, കടിക്കാൻ കഴിയാത്ത പട്ടി മാത്രമായിരിക്കും ലോകായുക്ത. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ഒരു പാർട്ടിയും മുന്നണിയും പ്രഖ്യാപിത നയത്തിൽ നിന്ന് ബഹുദൂരം പിന്നോട്ടു പോയി എന്നു മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളിലെ ദുഷ്പ്രവണതകൾക്ക് കുടപിടിക്കുക ചെയ്യുന്നുവെന്നു വേണം ഈ നടപടിയെ നിരീക്ഷിക്കാൻ. പൊതുപ്രവർത്തകരെയും ബ്യൂറോക്രാറ്റുകളെയും ഓഡിറ്റ് ചെയ്യാൻ സാധാരണക്കാർക്ക് പ്രാപ്യമായിരുന്ന ഏറ്റവും മികച്ചൊരു ആയുധം പിണറായി സർക്കാർ കവർന്നെടുത്തുവെന്ന് പറഞ്ഞാലും അധികമാവില്ല. 2 വർഷം മുമ്പ് ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിനായി ഇടത് സർക്കാർ കൊണ്ടുവന്നിരുന്നു. സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിന്നിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓർഡിനൻസിന് ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഓർഡിനൻസ് പാസ്സാകുന്നത്. പിന്നീട് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ ശേഷം ബിൽ രാജ്ഭവനിൽ എത്തിയപ്പോഴേക്കും ഇരുകൂട്ടരും തമ്മിലുള്ള വഴക്ക് അതിൻ്റെ എല്ലാ പരിധിയും കടന്ന് മൂർധന്യത്തിലെത്തിയിരുന്നു. രാജ്ഭവനിൽ ഇരുന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഇംഗിതങ്ങൾ നടപ്പാക്കിയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞുവെച്ച ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചു. അക്കൂട്ടത്തിലൊന്നായിരുന്നു ലോകായുക്ത നിയമ ഭേദഗതി ബില്ലും. ഇതോടൊപ്പമുണ്ടായിരുന്ന സർവകലാശാല ബില്ലുകളടക്കം തടഞ്ഞുവെച്ച രാഷ്ട്രപതി പക്ഷേ ലോകായുക്തയുടെ കാര്യത്തിൽ ആരിഫ് ഖാനെ തള്ളി ബില്ലിൽ ഒപ്പുവെച്ചു. നിർഭാഗ്യവശാൽ രാഷ്ട്രീയത്തിലെ ഈ കോഴിപ്പോര് മാത്രമാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം കണ്ടത്. സ്വാഭാവികമായും അവർ രാഷ്ട്രപതിയുടെ നടപടി ആരിഫ് ഖാന് തിരിച്ചടിയായും പിണറായി സർക്കാരിൻ്റെ വിജയമായും വിലയിരുത്തി. അതിൽ ശരിയുണ്ടെങ്കിലും ലോകായുക്ത നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പുതിയ രക്ഷാവഴി തുറക്കുകയാണെന്ന വലിയ യാഥാർത്ഥ്യം ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. അഴിമതി കേസിൽ കുറ്റം തെളിഞ്ഞതായി ലോകായുക്ത കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കേണ്ടി വരുമെന്ന വകുപ്പാണ് ഭേദഗതി ചെയ്തതിൽ ഒന്ന്. ഇതുപ്രകാരം മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഉത്തരവിട്ടാൽ നിയമസഭയാണ് അപ്പീൽ അതോറിറ്റി. മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരെ സ്പീക്കറുമാണ് അപ്പീൽ അതോറിറ്റി. ഒരു കേസിൽ ലോകായുക്തയുടെ കണ്ടെത്തലിനും നിരീക്ഷണത്തിനും അപ്പുറം സർക്കാരിൻ്റെ താൽപ്പര്യമായിരിക്കും അക്കാര്യത്തിൽ വിധി പറയുക എന്നതാണ് ഈ നിയമ ഭേദഗതിയുടെ ആത്യന്തിക പരിണതി. 1/4 നൂറ്റാണ്ട് കാലത്തോളമായി കുറ്റമറ്റ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ലോകായുക്ത നിയമനം, രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾക്കെതിരായ കേസ് തുടങ്ങിയ വകുപ്പുകളിലും പുതിയ നിയമത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിലേക്ക് ചുരുങ്ങിയെന്ന് സംഗ്രഹിക്കാം. 1999 നായനാർ സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത അതേ ക്യാബിനറ്റിൽ അംഗമായവർ കൂടി ഉൾക്കൊള്ളുന്നൊരു ഇടത് സർക്കാർ തന്നെ അട്ടിമറിച്ചത് ചരിത്രത്തിൻ്റെ വിധി വൈപരീത്യമാകാം. അന്ന് സഭയിൽ അവതരിപ്പിച്ച കരടിലും ഇപ്പോഴത്തെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആദർശ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരായ ഭരണകക്ഷി അംഗങ്ങൾ തന്നെ അതിനെ എതിർത്തതിൻ്റെ ഫലമായാണ് 24 വർഷം ലോകായുക്ത താരതമ്യേന കുറ്റമറ്റൊരു മാതൃകാ സ്ഥാപനമായി മാറിയത്. ആ നിലപാട് തെറ്റായിരുന്നുവെന്നാണോ ഇപ്പോൾ CPM-ൻ്റെയും ഇടത് സർക്കാരിൻ്റെയും നിലപാട്?
ലോകായുക്തയുടെ പരമമായ അധികാരം പൊതുപ്രവർത്തകരുടെ മൗലികാവകാശത്തെ പല വിധത്തിൽ കവരുന്നുണ്ടെന്ന തരത്തിലുള്ള അവരുടെ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. അങ്ങനെ മൗലികാവകാശം കവർന്നെടുക്കപ്പെട്ട പൊതുപ്രവർത്തകനായി KT ജലീൽ MLA അവർ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ലോകായുക്ത വിധിയെ തുടർന്നാണ് ജലീൽ രാജിവെച്ചതെന്ന കാര്യം ശരി തന്നെ. പക്ഷേ ലോകായുക്തയുടെ കണ്ടെത്തൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചുവെന്ന കാര്യം അവർ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ പരാതി വന്നപ്പോഴാണ് ലോകായുക്തയുടെ ചിറകരിയാൻ സർക്കാർ തിരഞ്ഞെടുത്തതെന്നും കാണാതിരിക്കരുത്. രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടാനുള്ള പൗരജനങ്ങളുടെ അവകാശമാണ് ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ ഈ സമീപനം പ്രതിഷേധാർഹമാണ്. മാധ്യമം പോഡ്കാസ്റ്റ്.